നമസ്കാരം. മാധ്യമപ്രവർത്തകരോടുള്ള തന്റെ പതിവ് കലിപ്പും ധാർഷ്ട്യവും ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രമുഖ മാധ്യമമായ NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിക്കിടെ അവതാരക ക്രിസ്റ്റ്യൻ വെൽക്കറുമായി ഉണ്ടായ കടുത്ത വാക്കേറ്റത്തിനൊടുവിൽ ട്രംപ് അഭിമുഖം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ചോദ്യങ്ങൾ കടുപ്പത്തോടെ ഉയർന്നതോടെ കൺട്രോൾ പോയ ട്രംപ് ധരിച്ചിരുന്ന മൈക്രോഫോൺ ഊരി നിലത്തേക്കെറിഞ്ഞാണ് സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കാലിഫോർണിയയിലെ വോട്ടെണ്ണൽ വൈകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും ഫലം പുറത്തു വരാത്തത് വൻ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന്റെ തെളിവാണെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവതാരകയായ ക്രിസ്റ്റ്യൻ വെൽക്കർ ആവർത്തിച്ച് ചോദിച്ചതോടെ ട്രംപ് പ്രതിരോധത്തിലായി. ഞാൻ പലരിൽ നിന്നായി ഇത് കേൾക്കുന്നുണ്ട്, നോക്കിയാൽ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നായിരുന്നു ട്രംപിന്റെ വിചിത്രമായ മറുപടി. എന്നാൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് അവതാരക വസ്തുതകൾ നിരത്തി വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഫലം പ്രഖ്യാപിക്കാത്തത് ശരിയാണോ എന്ന് ട്രംപ് തിരിച്ചു ചോദിച്ചപ്പോൾ വോട്ടെണ്ണൽ പ്രക്രിയ കൃത്യമായി വേഗത്തിലാക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ക്രിസ്റ്റ്യന്റെ മറുപടി. ഇതോടെ പ്രകോപിതനായ ട്രംപ് കാലിഫോർണിയയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണെന്നും നിങ്ങളും അവരെ പോലെ അഴിമതിക്കാരിയാണെന്നും അവതാരകയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. താൻ അഴിമതിക്കാരിയല്ലെന്ന് ക്രിസ്റ്റ്യൻ ശക്തമായി മറുപടി നൽകിയെങ്കിലും ട്രംപ് തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തർക്കം കടുത്തതോടെ മതി, ഇത് ഇവിടെ അവസാനിപ്പിക്കാം, നന്ദി ഡാർലിംഗ് എന്ന് പരിഹാസരൂപേണ വിളിച്ച് ട്രംപ് മൈക്കൂരി നിലത്തേക്കെറിയുകയായിരുന്നു. മാധ്യമപ്രവർത്തകരോട് ട്രംപ് നടത്തുന്ന ഇത്തരം മോശം പെരുമാറ്റങ്ങൾ ഇതാദ്യമായല്ല. മുൻപ് CNN റിപ്പോർട്ടർ കെറ്റ്ലിൻ കോളിൻസിനെതിരെയും ട്രംപ് സമാനമായ രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരുന്നു. അവൾ സുന്ദരിയാണ്, പക്ഷെ ഒരിക്കലും ചിരിക്കാറില്ല, അവളുടെ കണ്ണുകളിൽ വെറുപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നതെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ പുതിയ മൈക്കെറിയൽ നാടകം വലിയ ചർച്ചയായിരിക്കുകയാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലുടനീളം കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുകളും നിറഞ്ഞിരുന്നു. മാധ്യമങ്ങളെ അഴിമതിക്കാരെന്നും ജനങ്ങളുടെ ശത്രുക്കളെന്നും അദ്ദേഹം പരസ്യമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ, കേസുകൾ, ഭീഷണികൾ എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ഭരണകൂടം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നുകയറ്റം നടത്തുന്നുവെന്ന വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. വൈറ്റ് ഹൌസ് പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും തനിക്ക് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ട്രംപ് മുൻപേ ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പലപ്പോഴും രൂക്ഷമായി പ്രതികരിക്കുകയും ചില സന്ദർഭങ്ങളിൽ വംശീയമോ അധിക്ഷേപകരമോ ആയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൂലമായ വാർത്തകൾ നൽകുന്ന വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം നിയമ നടപടികളും അപകീർത്തി കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് തുല്യമാണെന്നും റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പോലുള്ള സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും ഒടുക്കം സ്റ്റുഡിയോയിലുള്ള ചോദ്യത്തിനിടയിൽ തെരഞ്ഞെടുപ്പിലെ വോട്ട് എണ്ണൽ വൈകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ ട്രംപ് മൈക്ക് ഊരി എറിഞ്ഞ് സ്റ്റുഡിയോ വിട്ട വാർത്തയാണ് വരുന്നത്. എന്തായാലും തനിക്ക് അനുകൂലമല്ലാത്ത മാധ്യമങ്ങളെ ട്രംപിന് പണ്ട് മുതലേ പ്രതിഷേധം രേഖപ്പെടുത്താറുണ്ട്. അവരുടെ വംശീയമായും അല്ലാതെയും ഒക്കെ അധിക്ഷേപിക്കാറുണ്ട്. തന്റെ അധികാരം ഉപയോഗിച്ച് അവർക്ക് എതിരെ നിയമ നടപടികളും സ്വീകരിക്കുന്ന ട്രംപിന്റെ ഏറ്റവും പുതിയ നടപടി ചർച്ചയാവുകയാണ്.